എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ വലിയ പേടകത്തില് ഗോക്കുവായിട്ട് കടന്നു പോവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് പറയും. അത് വളരെയധികം ഡേഞ്ചറാണ്, വളരെയധികം ഭീകരന്മാരാണ്, അവരെ തോൽപ്പിക്കാൻ അത്ര വേഗം കഴിയില്ല. മാത്രമല്ല ഈ സൂപ്പർ ഹീറോ അവൻ പറഞ്ഞതനുസരിച്ച് ഇതുമായിട്ട് ഏറ്റുമുട്ടിയ റോബോട്ട്സുകളെ കഴിഞ്ഞും ഒരുപാട് പവർഫുൾ ആണ് ഇവറ്റകൾ. സോ നമുക്ക് അത്ര എളുപ്പത്തിൽ ഇവറ്റകളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അതേസമയം ഇവിടെ ചീച്ചിയാണെങ്കിൽ അവളുടെ ആ ഒരു ബാണ്ടൊക്കെ കഴിക്കും. ഓ നോ, ഞാനിത് മറന്നുപോയി, ഇത് മറക്കാൻ പാടില്ല, നിന്റെ ഭാവിയുടെ കാര്യമാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരുപാട് ബുക്സ് എടുത്ത് ഇപ്പൊ നമ്മുടെ ഗോഹാന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീ ഈ ഒരു ഫൈറ്റിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ദിവസങ്ങളായി നിന്റെ ക്ലാസ്സും ഹോംവർക്കും ഒക്കെ തന്നെ സ്കിപ്പ് ചെയ്യുന്നു. ഇനി അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് ദേഷ്യപ്പെടും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോ പയ്യനെ കാണിക്കും. അവൻ അല്പനേരം കൂലങ്കക്ഷായിട്ട് ആലോചിച്ച് നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ടൈം ട്രാവൽ ചെയ്തു പോയി എങ്ങനെയെങ്കിലും ആ റോബോട്ട്സുകൾ അവർ പുറത്തു വരുന്നതിന് മുൻപ് അതൊക്കെ തന്നെ നശിപ്പിക്കാം എന്ന് കരുതുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആർക്കും തന്നെ വരില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ വരുന്ന ഈ ഒരു ഫ്യൂച്ചർ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. പിന്നെന്തിനാ നീ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത്? അതിനവൻ പറയും, എന്റെ അമ്മ ബൊൽമയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. റോബോട്ടുകളാൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫ്യൂച്ചറാണ് ഞങ്ങളുടേത്. സോ എങ്ങനെയെങ്കിലും ഈ റോബോട്ടുകൾ നശിപ്പിക്കുക എന്നത് മാത്രമാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗോകുവിന്റെ പോരാട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ നേരത്തെ തന്നെ ആ ആന്റിഡോട്ട് ഗോകുവിന് കൊണ്ടുവന്ന് കൊടുത്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ കാൽക്കുലേഷൻ അത് മുഴുവനായിട്ട് തെറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അതിശക്തരായിട്ടുള്ള 3 ആൻഡ്രോയിഡ് റോബോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവറ്റകളെ എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല. അത് കേട്ട് ഗോഹാനാണെങ്കിൽ വീണ്ടും അവനെ തിരിഞ്ഞു നോക്കും. ചീച്ചിയാണെങ്കിൽ അവന്റെ മുഖം പിടിച്ച് തിരിക്കും. ഒരുപക്ഷെ ഞാൻ ഇവിടേക്ക് വന്നതായിരിക്കും ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് അവൻ തല താഴ്ത്തും. ചീച്ചിയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. നീ ഇങ്ങനെ വിഡ്ഢിത്തരം പറയരുത്, നീ ഇവിടേക്ക് വന്നതുകൊണ്ടാണ് എന്റെ ഗോകുവിനെ സേവ് ചെയ്യാൻ എനിക്കായത്. ഒന്നുമില്ലെങ്കിലും ഈ റോബോട്ടുകളെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലേ, എല്ലാം പോസിറ്റീവായിട്ട് മാത്രം കാണാൻ പറഞ്ഞ് അവരങ്ങനെ കടന്നുപോകും. കട്ട് ചെയ്ത ഇവിടെ റോബോട്ട്സ് അവരാണെങ്കിൽ മോഷ്ടിച്ചെടുത്ത ആ ഒരു വാനില് ഇപ്പോഴും ഗോകുവിനെ വീട് അന്വേഷിച്ച് അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്പർ 16 ആണെങ്കിൽ ഇവിടെ ഗോകുവിന്റെ അഡ്രസ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വാവ്, ഇവൻ നമ്മൾ കരുതിയത് പോലെ അത്ര വിഡ്ഢിയൊന്നുമല്ല. ചില കാര്യങ്ങളിൽ ഇവൻ പ്രോംപ്റ്റ് ആണെന്ന് പറഞ്ഞ് പെന്റീനാണെങ്കിൽ കുറച്ചുകൂടെ റിസ്കി ആയിട്ടുള്ള വഴിയിലൂടെ വാഹനം കൊണ്ടുപോവാണ്. കട്ട് ചെയ്താ ഇവിടെ വജീറ്റയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പരാജയം അത് സമ്മതിക്കാനായിട്ട് പറ്റുന്നില്ല. അവന്റെ മുഴുവൻ പവറും റിലീസ് ചെയ്ത് ഇപ്പൊ അവനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. സയാൻ വംശത്തിന്റെ രാജകുമാരൻ ഞാനാണ് ദ റിയൽ സൂപ്പർ ഹീറോ, ദ സൂപ്പർ സയാൻ. ഇത്രയും പവറുള്ള ഒരു സൂപ്പർ സയാനായ എന്നെ എങ്ങനെ അവർക്ക് തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു? വെറും ഒരു റോബോട്ടിന് മുൻപിൽ ഞാൻ ഒന്നുമല്ലെന്നാണോ ഇതിനർത്ഥം? തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറില്ല, ഉറപ്പായിട്ടും അവരെ ഞാൻ തോൽപ്പിക്കും. അതിനുശേഷം കാക്കറോട്ടിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഫ്ലൈ ചെയ്തു പോകും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരുടെ പേടകം അത് കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ ബൊൽമയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിന് ഹാൻസം ബോയ് പറയും, അവൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ നീ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൾ എവിടെയുണ്ടെന്ന് അറിയാനായിട്ട് കഴിയും. മൊട്ടപ്പനാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഹീറോ പയ്യനോട് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, നിന്റെ അമ്മ വളരെ ദേഷ്യക്കാരിയാണ്, അതേ സമയത്ത് അവളുടെ സ്വഭാവം അത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അമ്മയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ബോൽമയ്ക്ക് അത് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ബൊൽമയാണെങ്കിൽ ഒരു ഷോക്കായ കാര്യം അവരെ അറിയിക്കും. ഫ്യൂച്ചറിൽ നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. ഒരു തകർന്ന വാഹനം അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ ഒരു ടൈം മെഷീൻ ഉണ്ട്. ആ ടൈം മെഷീൻ ആണോ ഫ്യൂച്ചറിൽ നിന്ന് വന്ന എന്റെ മകന്റെ കയ്യിലുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ആ കാര്യം ഇപ്പൊ അവനോട് പറയും. അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ടൈം മെഷീൻ ക്യാപ്സ്യൂളാക്കി കൺവേർട്ട് ആക്കിയത് ഇപ്പൊ മൊട്ടപ്പന് കാണിച്ചു കൊടുക്കും. മൊട്ടപ്പനാണെങ്കിൽ ആ കാര്യം ബൊൽമയെ അറിയിക്കും. ബൊൽമയാണെങ്കിൽ തീർത്തു പറയും, ഒരിക്കലുമല്ല, നീ ഇവിടേക്ക് വന്ന അതേ ടൈം മെഷീൻ തന്നെയാണ് ഞാൻ കണ്ടത്, അതിന്റെ ഒരു ഫോട്ടോ കോപ്പി നിനക്ക് ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞ് ആണെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കും. മൊട്ടപ്പനാണെങ്കിൽ അത് ആ പയ്യന് കാണിച്ചു കൊടുക്കും. അവൻ അത് കണ്ട് ഷോക്കാവും. അവൻ വന്ന അതേ രൂപത്തിലുള്ള ഒരു ടൈം മെഷീൻ. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഉറപ്പിച്ചു പറയും, അതെ, ഞാൻ വന്ന അതേ ടൈം മെഷീൻ പോലെ തന്നെ ഉണ്ട് ഇത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒന്ന് പറയാമോ? അത് കേട്ട് ബുൽമയാണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ഏകദേശം അവന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വന്നോട്ടെ, എനിക്കത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ബുൽമ പറയും. അതിനവനാണെങ്കിൽ ഓക്കെ പറയും. ഇവിടെ ഗോഹാനാണെങ്കിൽ അവനും അവരോടൊപ്പം അത് കാണാൻ പോകണമെന്ന് ആഗ്രഹം തോന്നും. അവൻ ആ കാര്യം ഇപ്പൊ ചീച്ചിയോടും അതുപോലെ തന്നെ അവരെ അറിയിക്കും. ചീച്ചിക്കാണെങ്കിൽ ആദ്യം അല്പം പ്രയാസം തോന്നുമെങ്കിലും ഇതൊരു അപകടകരമായ കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർ ഒരുമിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണ്. ബുൽമയാണെങ്കിൽ അവളുടെ മകനെ അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. ഇവിടെ ഗോഹാനാണെങ്കിൽ ആ സൂപ്പർ ഹീറോ പയ്യനോട് ചോദിക്കും, സത്യത്തിൽ ആ റോബോട്ട്സ് നിങ്ങളുടെ ലോകം മുഴുവൻ തകർത്ത് കളഞ്ഞോ? നിങ്ങളുടെ ലോകത്ത് ഇനി ആരും ബാക്കിയില്ലേ? അതിനവൻ പറയും, അതെ, അതാണ് അവരുടെ ലക്ഷ്യം. മനുഷ്യന്മാരെ അവര്
ഇല്ലാത്ത വളരെ മോശം ആൾക്കാരായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അവരൊരുപാട് പേരെ ഞങ്ങളുടെ ലോകത്ത് ഇല്ലാതാക്കി. ബാക്കിയുള്ള എനിക്കറിയാവുന്ന ആളുകളെയെല്ലാം അണ്ടർഗ്രൗണ്ടിൽ ഞാൻ സേഫാക്കി പാർപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ഇവരെ ഇല്ലാതാക്കി അവരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ഗോഹാനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവരെ നോക്കും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി ഡോക്ടർ ജെറോ ആളൊരു വിഡ്ഢിയൊന്നുമല്ല. അവറ്റകൾ കൺട്രോൾ ഇല്ലാതായി പോകുമ്പോൾ തിരികെ കൺട്രോളിൽ കൊണ്ടുവരാനായി എമർജൻസി റിമോട്ട് അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് കണ്ടെത്തി അവറ്റകൾ നശിപ്പിച്ചേ പറ്റൂ. അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് പ്ലാനൊക്കെ ചെയ്ത് ഇപ്പോൾ ആ ലൊക്കേഷനിലേക്ക് വരികയാണ്. അവർ ചുറ്റും നോക്കും. അതൊരു വലിയ കാടാണ്. ഉടനെ ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗോഹാനോട് പറയും, നമുക്ക് 2 പേർക്കും 2 ഭാഗങ്ങളിലായിട്ട് അന്വേഷിക്കാം. ആദ്യം ആര് കണ്ടെത്തുന്നോ അവർ സിഗ്നൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ 2 പേരും 2 ഭാഗത്തായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അധികം വൈകാതെ തന്നെ ഗോഹാൻ ആ ഒരു ഡിവൈസ് കണ്ടുപിടിക്കും. അവനത് കണ്ടുപിടിച്ചത് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഉടനെ ആ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. അവർ ഹാപ്പിയായി അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴായിരിക്കും മുകളിലായി പുൽമയുടെ പേടകം അതവർ ശ്രദ്ധിക്കുക. പുൽമ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, ഞാൻ അവൾക്ക് സിഗ്നൽ കൊടുത്ത് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ 18 ആണെങ്കിൽ 16 തന്നെ നോക്കും. ഓ നോ, നീ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും നിന്റെ ചേഞ്ച്. ഇത്ര നേരം നീ ഇവിടെ ഇരുന്നിട്ടും നിനക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല, ബോറടിയും ഇല്ല, ഒന്നുമില്ല. നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു? 17 ആണെങ്കിൽ 18 പറയും, നീ വെറുതെ അവനെ വെറുപ്പിക്കരുത്. നമ്മൾ 3 പേരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയൂ. നിനക്കിപ്പോൾ വേണ്ടത് നല്ല കുറച്ച് ഡ്രസ്സല്ലേ? അടുത്ത് തന്നെ ഒരു ടൗൺ ഉണ്ട്, നമുക്ക് അവിടെ ഇറങ്ങാമെന്ന് പറയുന്ന അടുത്ത നിമിഷം ഒരു പേടകം അവരുടെ മുൻപിലേക്ക് വരികയാണ്. അതിൽ നിന്ന് പോലീസ് പുറത്തേക്ക് വന്ന് അവരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഈ വണ്ടി അത് അടിച്ചു മാറ്റിയതാണ്, സോ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ നമ്പർ 16 കയ്യിൽ ഹാൻഡ് കഫ് അണിയിക്കും. പക്ഷെ നമ്പർ 16 ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ഹാൻഡ് കഫ് അതങ്ങനെ തകർത്ത് കളയുകയാണ്. പോലീസുകാരാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. 18 ആണെങ്കിൽ അവരുടെ പേടകം ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം ഹായ് ആയിട്ട് അവർ ആ ജീപ്പ് കൊടുത്ത് അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ബുൽമ, അവളാണെങ്കിൽ ഗോഹാന്റെ സഹായത്താൽ ഇപ്പൊ പേടകം താഴേക്ക് ഇറക്കും. അതിനുശേഷം അവളുടെ ഫ്യൂച്ചർ മകനോട് സംസാരിക്കുകയാണ്. വാവ്, നിന്നെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ ഞാൻ കാണാൻ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ സുന്ദരിയാണോ? അതിനവൻ പറയും, അതെ, നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ വന്ന ആ ഒരു ടൈം ട്രാവൽ മിഷൻ അതവിടെ അപ്സിയോൾ ഉപയോഗിച്ച് ഇപ്പൊ വിസിബിൾ ആക്കി കാണിച്ചു കൊടുക്കും. അത് കണ്ട് ബുൽമയാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ഓ നോ, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ആക്ച്വലി ഞാൻ ഒരെണ്ണം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതെങ്ങനെ 2 എണ്ണം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഉടനെ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അതിന്റെ ചെളി പിടിച്ച ഭാഗം അതങ്ങനെ തുടയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓപ്പ് എഴുതിയ ലേബൽ ഡിസൈൻ അതവർക്ക് കാണാനായിട്ട് കഴിയും. ആക്ച്വലി ഇപ്പോൾ ഉള്ള അവന്റെ ടൈം മെഷീനിലും അതേ ലേബലുണ്ട്. അവൻ ആ കാര്യം ബുൽമയ്ക്ക് കാണിച്ചു കൊടുക്കും. സത്യത്തിൽ ഇതുണ്ടാക്കിയ സമയത്ത് നിങ്ങൾ തന്നെയാണ് എനിക്ക് ഈ ലേബൽ അത് എഴുതി തന്നത്. ഗോഹാനാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് വന്ന് അതിന്റെ തകർന്ന ഭാഗങ്ങളൊക്കെ നോട്ടീസ് ചെയ്യും. സൂപ്പർ ഹീറോ മാൻ ആണെങ്കിൽ ഇപ്പോൾ അത് തുറന്ന് അതിനുള്ളിൽ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും മുട്ടയുടെ തൊണ്ട് പോലെ എന്തോ ഒന്ന് അവനതിൽ കാണാൻ കഴിയുക. അവനാണെങ്കിൽ അത് ബുൽമയെ ഏൽപ്പിക്കും. അവളത് ചെക്ക് ചെയ്യും. ഇത് മുട്ടയുടെ ഒരു എക്സെല്ല് പോലെയുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഏലിയനായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. ഡോർ തുറക്കാൻ കഴിയാതെ അത് തകർത്താണ് പുറത്തേക്ക് പോയതും. ഇവിടെ സൂപ്പർ ഹീറോ മാൻ ആണെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. 758 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ടൈം മെഷീനിൽ ആരോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 വർഷത്തിനുള്ളിലാണ് ഇത് ഇവിടേക്ക് വന്നത്. ഫ്രീസയെയും അവന്റെ അച്ഛനെ തോൽപ്പിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ പേടകം ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്റെ ഗസ് അത് തെറ്റിയിട്ടില്ല. ഇവിടേക്ക് വന്നത് മറ്റാരുമല്ല, അവൻ തന്നെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അത് തിരിച്ചറിയും. കട്ട് ചെയ്ത ഇവിടെ പിക്കലോ ആണെങ്കിൽ കാമയോട് പറയും, നിങ്ങൾ ഇപ്പോഴും വെറുതെ സമയം കളയാണോ? എത്രയും വേഗം നിങ്ങളുടെ പവർ എനിക്ക് തന്നിട്ടില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതിന് കാമയാണെങ്കിൽ അവനെ തട്ടി മാറ്റും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി എനിക്ക് ഈ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനാവില്ല. എന്റെ കാലം അത് അവസാനിക്കാൻ പോവുകയാണ്. ഇവർക്കെല്ലാവർക്കും റോബോട്ടുകൾക്ക് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. അതിനെ തോൽപ്പിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൂടുതൽ ടെൻസ്ഡ് ആവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.